Here goes Messi. They're backing off and backing off! It's a wonder goal by Lionel Messi! A hat-trick for Lionel Messi! Yes. ആരത് ഈ നേരത്ത്? എന്താണ്? അല്ല നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്ത? എന്നിട്ട് ഞാനേ അന്നോടക്ക് ഇഷ്ടമല്ലാണ്ടെന്നല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായി മൂപ്പര് എൻസീനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് ചൊറിഞ്ഞു പറ, അതേ വരാത്ത ഞാൻ അങ്ങോട്ട്. വാപ്പ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങക്ക് ഇന്നെ മോനെ കാണണമെന്നൊന്നും ഇല്ല. പിന്നെ കാണണ്ടേ, എന്റെ മെസ്സിമുത്തനെ കാണണ്ടേക്ക്. ഞാൻ ഇത്തിരി വൈകി കിടക്കാൻ വൈകി. ഇന്നലെ യങ്സ്റ്റേഴ്സിന്റെ മാച്ച് ഉണ്ടായിരുന്നേ പാറയമ്പാടത്ത്. ഇവരൊക്കെ കളിക്കണ്ടായിരുന്നു, രാജും രജും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. സലാമക്കായിരുന്നു കൂടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വൈകി, നേരെ വൈകി. അങ്ങോട്ട് വരില്ലേ? ഞാൻ വിളിക്കാം, ഞാൻ നിക്കണുള്ളൂ. മുത്തേ, ഗുഡ് മോർണിംഗ് ട്ടോ. ഉഷാറാക്കണം. പെട്ടൊക്കെ എടുപ്പിച്ചു കേട്ടോ. അത് മഞ്ഞ കളറ് തേങ്ങ. ഈ തേങ്ങൊക്കെ വെട്ടി കളയാൻ വേണ്ട. ആദ്യം പച്ചയും പിന്നെ അത് കഴിഞ്ഞാ മഞ്ഞ. കള്ളം നായിനെ എന്താ വേണ്ടി ചെന്ന ഇവനോട് ഞാൻ എന്തെന്നപ്പ പറഞ്ഞു? ഞാന് എന്താ പറഞ്ഞു? ഞാന് കാണിച്ചല്ലേ കള്ളം നായിയെ. എന്നോട് എന്തെന്നാ ഞാൻ പറഞ്ഞത്? എന്ത് പണിയാട്ട് ഇക്കൊരു കാര്യം ഇപ്പൊ എന്നോട് അറിയാണ്ട്. ഈ റോസപ്പൂവിന്റെ കളർ എന്താണ്? അപ്പൊ അതെനിക്കറിയാം. എന്നിട്ട് എന്തിനാണ് ഈ മഞ്ഞപ്പൂവിന്റെ അടുത്ത് കൊടുത്തയച്ചായി? ഇജ്ജ് തരുമ്പോ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിപ്പോ വിരിഞ്ഞപ്പോ അത് മഞ്ഞാണ്. അനക്കറിയില്ലേക്ക് മഞ്ഞപ്പൂവ് ഇഷ്ടമല്ലാന്ന്. ആ റോസ ചോദിച്ചാ ഈ റോസ അല്ലെങ്കിൽ ആ ചൊന്ന റോസാപ്പൂ ഉണ്ടാകും ഇങ്ങോട്ട് തരിക വേണ്ടേ? അനക്കറിയാം എനിക്ക് വിഷും കൂടി ഇഷ്ടമില്ലാത്ത ഈ കൊന്നപ്പൂവ് വിരിയണ മാസമായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത. ഇജ്ജ് മര്യാദ പൂ മാറ്റി കൊണ്ടുവന്ന കന്നോട് ഞാൻ നീലക്കുറിഞ്ഞല്ലേ ചോദിച്ചാ. അപ്പൊ ഇജ്ജ് പറഞ്ഞെന്താ 12 വർഷം കഴിയുമ്പോ തരാന്ന്. ആ ജാതി കളിയാക്കലും കണ്ടിച്ച് തന്ന സാധനാണിത്. വേസങ്ങട്ടിന്റെ അവിടെ എടുക്കരുത് കേട്ടോ. അത് ഇത് മര്യാദക്ക് എടുത്തോണ്ടായിട്ട് ഈ റോസപ്പൂവും കൊണ്ടുവന്നവിടെ. അത് ചുമപ്പോ അല്ലെങ്കിൽ റോസ ഏതാച്ചാ കൊണ്ടുവന്നോന്ന്. മഞ്ഞപ്പൂ ഇവിടെ കണ്ട എന്നെ. പിന്നെ ഇക്ക് പറയണ്ട. പിന്നെ ഞാൻ പറയൂ. ശരി ശരി. അജ് വെക്കിജി വെക്കിജി. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ഈ ഹാലാക്ക് ഉമ്മർത്തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണ കാര്യങ്ങളൊക്കെ ഈ നോക്കി. ഇതുണ്ടോ? ഇതിപ്പോ അങ്ങനെ അങ്ങോട്ട് കാണണ്ട ഇവിടെ. ചതിച്ചു പോയേക്കാ. എന്താ വ്യാധി? ആര് ചോദിച്ചേ? ഇന്ത്യ നമ്മളെ ചതിച്ചു പോയേക്കാ.
എന്ത് ചൈക്ക് വെറുതെ രാജ്യദ്രോഹം പറയല നമുക്ക്. ഇല്ല കോയക്ക, നമ്മുടെ അർജന്റീന ഇന്ത്യയും കൂടി സൗഹൃദ മത്സരം കളിക്കാന്ന് അർജന്റീന താല്പര്യം ചോദിച്ചപ്പോ ഇന്ത്യ വേണ്ട വരണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ അർജന്റീന നമ്മുടെ മെസ്സിയുള്ള അർജന്റീന ഇന്ത്യയിൽ കളിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് വേണ്ടാന്ന് പറയേ? വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലബിൽ വലിയ ചർച്ച നടക്കണം. നമ്മുടെ ഭാവം പറയണ കോയൊക്കെ വേണങ്ങൾ കേറിയേ. എടാ ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി പോവായിരുന്നു. ഇക്കൊക്കെ കുട്ടിയാണോ വലുത്, നമ്മുടെ മെസ്സിയാണോ വലുത്? മെസ്സേജ് വണ്ടി എടുക്കുന്നു. അത് ശരി, കളിക്കാൻ പറ്റില്ലാന്ന്. ആഹാ, അത് നമുക്കൊന്ന് കാണണല്ലോ. വണ്ടി തിരിച്ചു വെച്ച് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കയറിയിട്ടില്ല. ഇരുന്നാ വിട്ടോ. എന്തിനിപ്പ എങ്ങനെ പറയണത്? അതൊക്കെ നമുക്ക് വൈകുണ്ടാക്കടാ. വണ്ടി എടുക്കുന്നേ. അതെ, കോയ ഇവിടെ ഇല്ലാന്നുള്ള കാര്യം ഉറപ്പന്നല്ലേ? കോയയുടെ വീട്ടിലുണ്ട്, ഞങ്ങള് കണ്ടതല്ലേ. ഞങ്ങൾ വരും നിങ്ങളെ കൂടെ. സുറാ, ഞാനെന്നാ അങ്ങാടി വരെ പോയിട്ട് വരേ. ആ തന്തപ്പടി അവിടെ ഉണ്ട്. എന്തേലും ചോദിച്ചാൽ നിങ്ങളൊന്നും പറയണ്ട, ഞാൻ അല്ല കോയല്ലേ അവിടെ? ഓൻ ഇവിടെ ഉണ്ടാവലുണ്ടോ? അല്ല, ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോ ഭാര്യ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടേക്കൊന്നും വന്നില്ല. ഓൻ തോന്നിമാരി നടക്കുക. അവന്റെ ഭാര്യയും കുട്ടിയുണ്ട് ഇവിടെ. അതെ. ഇതെന്താ പൈന്തുണി കയറ്റി പോന്നിക്കണ്? അല്ല, ഇത് കുട്ടിക്ക് കിടക്കാനുള്ളതാണ്. ആ കുട്ടീനെ കാണാൻ വന്നാ? അതെ, കാരണം പ്രസവിച്ചത് അറിഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞങ്ങളുടെ ക്ലബിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഒരു മാസേ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഒന്ന് ഫ്രീ ആയി. അപ്പൊ കുട്ടീനെ ഒന്ന് കണ്ടിട്ട് വാച്ചിട്ട് എന്നാ വരി, അത് കഴിഞ്ഞിട്ട് പോവാന്നല്ലേ. സൂറാ, വരി വരി, ഇങ്ങോട്ട് തിരികെ ഇരിക്കി. അതാ കോയന്റെ കുറച്ച് ചങ്ങായിമാര് കുട്ടീനെ കാണാൻ വന്നിക്കണ്. ഞാനാ സുഗതനാ. അജ്ജി സുഖറേ. ഇവന്റെ പേരെന്തേനി? പാവയോ? പോത്തു വലിയായിട്ടും ഇപ്പോഴും വാവാ തന്നെ വിളിക്കണേ. ഇജ്ജി കളപ്പിടിച്ചനെ പോനല്ലേ? മോനെ. ബാബാ കുട്ടീനെ എടുത്തോ. അല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പൊ കോയ കുട്ടിയെ കാണാൻ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓന് ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നുമില്ല, ബൈക്ക് വന്ന് കാണില്ല. അപ്പൊ നാളെ കുട്ടിക്ക് ഒരു മഞ്ഞ വന്ന്, അങ്ങനെ ആശുപത്രിയിലായപ്പോ ആടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോയതാ. പിന്നെ ബൈക്കും വന്നില്ല. അനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട്, ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ചെങ്ങായി എന്ന് പറഞ്ഞാല് അവന് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെന്നേ. എവിടെ ഉണ്ട്? അവനെന്നും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ വരുന്നുണ്ടല്ലോ. ഈ ഫുട്ബോൾ കളിക്കാൻ പോണതാണോ ഉത്തരവാദിത്തം? ഇവിടെ പെരയിൽ ഒരു ഭാര്യ ഉണ്ട്, ആ ഭാര്യക്ക് ഒരു കുട്ടിയുണ്ട്. ഓരോന്ന് വന്ന് നോക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അത് വേണം. അത് ഇല്ലാന്നാ ഞാൻ പറഞ്ഞു. തൂറാ ആ വരുന്ന. ആഹാ, കുട്ടിക്കോയ. കുട്ടിക്കോയല്ല, സുക്കൂറ്. സ്കൂറിന്റെ പേര്? സുക്കൂറാണ്. എവിടെ നോക്കട്ടെ. അയ്യടാ, നല്ല ഉറക്കാല്ലേ. അത് ശരി. അപ്പൊ പകലുറക്കാണ്, അപ്പൊ രാത്രി ഉറക്കല്ല? രാത്രി കരച്ചിലാണ്. അല്ല, അത് നല്ലതാ. വേൾഡ് കപ്പ് ഒക്കെ രാത്രിയാണേ, അപ്പൊ സുഖമായിരുന്നു കാണാലോ അവനെ. നോക്കി കണ്ടൊരു ഫോട്ടോ എടുക്ക്. ഒരു കിടക്കൊക്കെ കൊണ്ടുവന്നിക്കണേ. നീ ഇപ്പുറത്തേക്ക് അങ്ങനെ എടുത്തോളി. എടുത്താ. നീ വേറെത് ഓനെ കൊണ്ട് അത് പോയിക്കോ. കിട്ടിയില്ലേ? ഫോട്ടോ കിട്ടിയ എല്ലാ ഗ്രൂപ്പിലും വിടണം കേട്ടാ. അടിയിൽ എഴുതണം, കോയയുടെ പൊന്നുമോനെ ബ്രസീൽ ഫാൻസിന്റെ സ്നേഹോപഹാരം. ഇതാണ് കുട്ടി. ഇവിടെന്നോട്ടെ. അതേ അല്ലേ, അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഇറങ്ങാൻ പറ്റേ. എന്തേ കഴിച്ചിട്ട് പോയോ നീ? അല്ല, അതെ, കൊച്ചിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമല്ലോ, അപ്പൊ ഞങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കാം. അതപ്പ കഴിക്കടോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ഇവിടെ പിന്നെ ബീഫും പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫും പത്തിരി ഉണ്ട് ഇവിടെ, അത് കഴിച്ചിട്ട് പോവാ. ബീഫും പത്തിരിയും. ബീഫും പത്തിരിയും നല്ല ചേർച്ചയല്ലേ? അതാ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോവാന്ന്. എന്നാ പിന്നെ ആവാ, കഴിച്ചിട്ട് പോവാ. അല്ല, ആയിട്ടില്ല. ബീഫ് ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളൂ. ആ വലിയ കഷ്ണായിട്ടാ തന്നിരിക്കണേ. ആ ഒന്ന് ചെറുതാക്കി മുറിക്കണം, എന്നാലേ കറിക്ക് ഉസാറാവുള്ളേ. അപ്പൊ നിങ്ങൾ രണ്ടാളത് മുറിക്കുമ്പോ ആ കറി വെച്ചാൽ മതി. പത്തിരി റെഡിയാണ്. ആ കഴിഞ്ഞിട്ട് തിന്നിട്ടൊക്കെ പോവാ. സമയമുണ്ടല്ലോ നമുക്ക്, ഞായറാഴ്ചല്ലേ. വാ. അല്ല, എന്താ നോക്കിക്കണേ? പോരി കൊണ്ട്. അതെ, വരികയാണ്. മൂന്നാളും കൂടെ പോരില്ല, പെട്ടെന്ന് തീരും പണി. പണിയായി. ആ ബീഫ് ഞങ്ങൾ ഉണ്ടായിക്കോളാം. വേറെ കിട്ടിക്കുന്നു. വാ, പോരും.
അതെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അർജന്റീനയിലെ പോലെ ഒരു ടീമിനെ ഇവിടെ കളിക്കാൻ കൊണ്ടുവരണമെങ്കിൽ രൂപ എത്ര ചെലവാകും അറിയോ? 1-2 രൂപയല്ല, പോയാ 40 കോടി രൂപ വേണം. 40 കോടി രൂപ. എത്ര? ഫോർ ദി കോസ്. അതെ, 40 കോടി ഉറുപ്പിയാണോ? കോയൊക്കെ 40 കോടി എന്ന് പറഞ്ഞപ്പോ വലിയ ഫണ്ടൊന്നും അല്ല. ഇതിൽ കൂടുതൽ പൈസ പ്രതിമനെ ഉണ്ടാക്കി കാക്കനെ കൊണ്ട് തൂറിക്കാൻ സർക്കാർ കളയണ്ടല്ല. കളയണില്ലേ? പ്രതിമയെ കുറിച്ച് പറയല്ലേ? പ്രതിമേന്റെ ഒരു വിഷമം മനസ്സിലാണെങ്കിലേ നീ മരിക്കണം, നീ ഒരു പ്രതിമയാവണം. എന്നിട്ട് വെയിലത്തും മഴയത്തും നിൽക്കുമ്പോ അപ്പൊ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. എന്താ ഈ രാജാതാ ഈ പറഞ്ഞ അത് അത്ര ശരിയുള്ള കാര്യമല്ല. പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ട് ലക്ഷങ്ങൾ. അത് ടൂറിസം പ്രൊമോഷനായിട്ടാണ് അവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം. പിന്നെ കാക്കയ്ക്ക് ദൂരം പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ കേരളത്തിൽ. എന്നാ ഇതും അതേമാതിരിക്ക് തന്നെയാണ്. നന്നായി കായ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. ഇതൊന്ന് ആലോചിച്ചോക്ക്, അർജന്റീനയുടെ കളി നമ്മുടെ ഇന്ത്യയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള സകല ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തൂലോ. ഇവിടെ എത്ര കായ് ഇവിടെ കൊയ്യാൻ പറ്റുവെച്ചിട്ടാ ഈ ഫ്രീ ആയിട്ട് വന്ന് കളിച്ചൂടെ? ആർക്ക്? കോർട്ട് ഫീസ് ചോദിച്ചില്ലമ്മ? ഇല്ലല്ലോ. 2000 ലാഭം കിട്ടിയ അത് ഇവിടുത്തെ ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സിലെ ക്ലബിലെ കളിക്കാരല്ല. ഇത് ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കുന്ന കളിക്കാരാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് എന്തായാലും കേന്ദ്രം മുൻകൈ എടുക്കൂല അർജന്റീന ഇവിടെ കൊണ്ടുവരാനായിട്ട്. അതെന്താണ് സമ്മതിക്കാത്തത്? അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു. നമ്മളൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ. നമ്മുടെ നാടിന്റെ ഫുട്ബോൾ വികാരം എന്താന്ന് അറിയിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തങ്ങൾ എഴുതണോ? നിങ്ങൾ കത്തെഴുതേ ഫോൺ വിളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? അന്ന് ഇന്ന് തന്നെ എഴുതണം. സ്വരൂപ് ഒരു പേപ്പർ മേൻ എടുത്ത് കൊടുത്തേ. എഴുതിക്കോ എഴുതിക്കോ. ഇതെന്തേലും പിന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുത് കോയക്കാ. ഇതറിയില്ലല്ലോ. നിങ്ങള് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിയടാ, പറഞ്ഞോ. നിങ്ങൾ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. അല്ലന്റെ പ്രധാനമന്ത്രിയെ എഴുതിക്കോട്ടാ. എന്ത് കളിയാ നിങ്ങൾ കളിക്കണ? മെസ്സി എന്ന് പറഞ്ഞ ആരാന്നാ നിങ്ങൾ വിചാരിക്കണേ? ലോകകപ്പ് ടൂർണമെന്റിൽ ഇത്ര വലിയൊരു കളി ആരാത് ഇവിടെ ബഹളം ഉണ്ടാക്കണേ? എഴുതിക്കോ. ലോകകപ്പ് ടൂർണമെന്റിൽ മഹാനായ ഒരു കളിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് സമ്മതിക്കല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അല്ലേ? അല്ല കോയക്ക, ഇത് നിങ്ങളുടെ ഭാര്യക്ക് എഴുതണ കത്തല്ല. അതെ, ഇത് പ്രധാനമന്ത്രിക്ക് അയക്കണ കത്താണ്. കുറച്ചുകൂടെ മര്യാദയും ബഹുമാനത്തോടു കൂടി വാക്കുകൾ ഉപയോഗിക്കും. ഞാൻ എന്ത് കുറ്റം പറഞ്ഞ്? കുറച്ചുകൂടെ ബഹുമാനത്തോടു കൂടി ഇത് എന്ത് വാചകമാണിത്? അല്ല, ഭാഷയൊക്കെ കറക്റ്റ്. ഒന്നും കൂടി ഒന്ന് വിനയമായിട്ട് ചെയ്യണമെന്നുള്ളൂ. എന്നാ എഴുതിക്കോ. ഒരു ബഹുമാനം അത് മാറ്റി വേറെ എഴുതും. അത് മാറ്റിക്കോ. വ്യാകരണം, ലാസാഗു, ഉച്ചാരണം, ഉണ്ടായിരുന്നടാ ജാലജ്. ഒരു ക്ലബിൽ കൊടുക്കാത്ത സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അല്ലന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ. അല്ലന്റെ വേണ്ട, അല്ലന്റെ വേണ്ട, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. എന്നായിക്കോട്ടെ. ഈ ഇതേ ചങ്ങായി നീപ്പരൊന്നും പറഞ്ഞേക്കണ്ട. ഞങ്ങളുടെ ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നിങ്ങൾ എന്ത് കളിയാ ഈ കളിക്കണേ? അത് പറഞ്ഞൂടെ? അത് പറയാം. ഫുട്ബോൾ കളിയാണല്ലോ. ലോകകപ്പ് ടൂർണമെന്റിലെ മഹാനായ ഒരു കളിക്കാരൻ നമ്മുടെ നാട്ടിൽ കളിക്കാൻ വരാന്ന് പറയുമ്പോ അതിന്റെ പുകിലെന്താന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കറുത്ത മുത്ത IM വിജയൻ 5 ഗോൾ അടിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ ആരവ് എന്തായിരുന്നു ഇന്ത്യയില്? അപ്പൊ ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കണ മെസ്സി ഇവിടെ വന്ന് ഗോൾ അടിക്കുമ്പോൾ ആരവ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിണ്ടോ? സംഭവങ്ങളാ വാചകങ്ങളൊക്കെ കൊള്ളാം, നല്ലല്ലേ? നല്ലതാ. ഇത് പ്രധാനമന്ത്രി വായിച്ചതിന്റെ വിവരങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഒന്നുകിൽ ഇത് ഇംഗ്ലീഷിൽ എഴുതണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതണം. ഹിന്ദിയിലെഴുതിക്കോ. ഹിന്ദി അറിഞ്ഞൂടാ എനക്ക്. ഹിന്ദി അറിയില്ലേ? അല്ല, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അനക്കറിയില്ലേ? മന്മഥനെ അറിയില്ലേ? അറിയാം. എന്താ പിന്നെ എഴുതിക്കോ. എഴുതാ അറിഞ്ഞൂടാ, പറഞ്ഞാലൊക്കെ മനസ്സിലാവും, കേട്ടാലും അറിയാം. എഴുത്തത്ര പോരാ. ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷും അറിയാം, പക്ഷെ കേൾക്കുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ഇംഗ്ലീഷും ഹിന്ദിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഉണ്ണിയെ ഒന്ന് എഴുതി ചിരിക്കണ്ട. എന്നാ എഴുതിക്കോ.
ഈ എഴുതിക്കടോ ചങ്ങായി, അതിനാർക്കും വിരോധമില്ലല്ലോ. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് അറിയില്ലല്ലോ. മലയാളോ? മലയാളം അറിയാ, അക്ഷരങ്ങൾ പക്ഷെ കൂട്ടി ഒഴിപ്പിക്കാൻ അറിയില്ല. മലയാളം തിന്നറിയോ? എന്നാ അത് മാത്രം ചെയ്ത അജ്ജ് ഇവിടെ ഇരുന്നിട്ട് ഇളിക്കാൻ നിക്കണ്ട കേട്ടോ. അറിയണവരെന്താ വെച്ചാ ചെയ്യട്ടെ. അപ്പൊ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരൊറ്റ അടുത്തൊന്നും ഈ ക്ലബിൽ ഇല്ലാന്ന് അർത്ഥം അല്ലേ? അല്ല കോയക്ക, ദേ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ. എന്താണ്? കോയക്കാടെ ഭാര്യ വീട്ടില് സുഗതനും മോഹനും വാവയൊക്കെ ചെന്നേക്കണം. എന്തിന്? കോയയുടെ പൊന്നു മോന് ബ്രസീൽ ഫാൻസിന്റെ സ്നേഹോപകാരം. ഇങ്ങോട്ട് കാണിക്ക്. എന്ത് കൈവാന്ന്? എന്താ സംഗതി മനസ്സിലായി എനിക്ക്? ഇല്ല. എന്റെ കുട്ടീനെ ബ്രസീലിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ് എന്റെ. ഇത് കണ്ട ഫോട്ടോ കണ്ടു? മഞ്ഞ കിടക്കാണ് എന്റെ കുട്ടിക്ക് കിടക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേ. അവൻ അതേമാതിരി ആ ബ്രസീലിന്റെ ജേഴ്സി ഇട്ടിട്ട് വന്നേക്കാണ്. ഇത്ര ചെറുപ്പത്തിൽ എന്റെ കുട്ടി ഇതിങ്ങനെ കണ്ട് ശീലിച്ച അതിലേക്ക് വരുമല്ലോ. ഇത് തന്ത്രാണ് ഇത് പ്യാരിയെ. ഇത് വിടാൻ പറ്റില്ല. ഇത് പിടിക്കേ, ഇത് പിടിക്ക്. ഞാൻ ഇപ്പൊ വരാട്ടോ. അവനെ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഇതെന്തായാലും സുഗത മനഃപൂർവ്വം പണിയെടുത്തതാ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, കളി നടക്കും. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ കളി നടക്കൂലെന്ന്. അർജന്റീനയോട് ഒന്നും നടക്കുന്ന കളിയുടെ കാര്യമല്ല, സുഗതനും കോയായിട്ട് ഇപ്പൊ ഒരു കളി നടക്കും. അല്ല, അതെ, അത് നമുക്കിട്ട് പണിതാണത്. ഒരു കഷ്ടം നോക്കി. ഒരു വണ്ടി കാണാനില്ല എത്ര നേരമായി. ഇതെന്താ വിറ്റുകളൊക്കെ പാളെ? സമ്മേളനം ഉണ്ടോ? ഇതിന്റെ എന്റെ മെസ്സി കോയക്കുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് മാറിക്ക്, വഴിന്ന് മാറിക്ക്, വണ്ടി വരണേ. ഒരെണ്ണം വരുന്നുണ്ടല്ലോ. നിർത്തി കളി നിർത്തി. ഒരു മിനിറ്റ് നിർത്തിയേ. അതെ, നിങ്ങൾ പോയിക്കോളി. പൊക്കോ കേട്ടോ. എന്താ മഞ്ഞയും പച്ചയായിട്ട് ഇറങ്ങിക്ക. ബ്രസീലിന്റെ വണ്ടി കൊണ്ട് വന്നിട്ട് ഇന്നെ കയറ്റാൻ നോക്കായില്ലേ? എന്നെ കിട്ടൂല, ഇനി വേറെ ആളെ നോക്കാളി. എന്തൊന്ന് ആലോചിച്ച, ഒരു അത്യാവശ്യ സമയത്ത് ഒരു കറുത്ത ഓട്ടോറിക്ഷ ഇഷ്ടം പോലെയുള്ള നാടല്ലേ. ആ നേരത്ത് വന്ന വരവുണ്ടോ? ദേവപ്പെട്ട പിറ്റൊക്കെ പോയി കിടക്കണേ. അല്ലാതെ എന്താ ഞാൻ സ്വപ്നം കണ്ടാണോ? അർജന്റീനയുടെ വണ്ടിയോ? നിർത്ത്. എനിക്ക് നമ്മുടെ ഇവിടെ പള്ളിമുക്ക് അതെ. ഇത് നിങ്ങളുടെ ഓട്ടോറിക്ഷ? അതെ. അത് ശരി. ഇത് തിരക്കല്ല. നിങ്ങളുടെ പേരെന്താ? സുന്ദരേശ് അല്ലേ? ഞാൻ നമ്പർ കേട്ടാ. ഞാൻ വണ്ടി കയറ്റാ. മറിമായം